പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ പ്രഭാതത്തിൽ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവർ കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നുണ്ട്. 18 ഭാഷകളിലെ പത്രങ്ങൾ 18 രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അവിടെ സുവിശേഷ വേലകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാന കൃപാസനം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലാക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കനത്ത സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ വേലകളും ചേർത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ, നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ ഓർക്കുക. ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു. നിൻ്റെ തിരുമുറുവാർന്ന് വലത് കർത്താവ് മക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല, തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ, ആരും ഞങ്ങൾക്കില്ല, വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് നിൻ്റെ കഴിവിനേക്കാളുപരി സമാധാനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കട നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശീർവദിക്കുന്നു. ആശുപത്രി കിടക്കുന്ന രോഗികളെ ആശീർവദിക്കുന്നു. ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശീർവദിക്കുന്നു. കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശീർവദിക്കുന്നു. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല. കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും അസ്വസ്ഥങ്ങളും കടക്കാടും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങളെ കർത്താവിനെ നമുക്ക് ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ ആശീർവാദം കേൾക്കുന്നവരും ആശീർവാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ആവശ്യം. പരിശുദ്ധമ്മ ദേവമാതാവ്, എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. Lord, in peace, spirit of power and grace. ഓക്കെ മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, ഇന്നത്തെ സന്ദേശം നടപടി പുസ്തകം 14:9. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. ഇതിൻ്റെ പ്രോസസ്സിങ് പ്രക്രിയ എന്താണെന്ന് അറിയാമോ? അതായത് പൗലോസ് അവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസിൻ്റെ ആന്തരിക ബോധ്യമുണ്ട്. പൗലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല, എനിക്ക് വാക്ചാതുര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, പുള്ളിയുടെ പ്രസംഗം അരോചകമായിട്ട് ഇവിടുത്തെ താഴെ ഉരുണ്ടുപടച്ച് ഉറക്കത്തിൽ താഴെ വീണിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൻ്റെ പ്രസംഗത്തെ ശ്രദ്ധിക്കുന്നതായിട്ട് ഒരു ആന്തരികമായ ഒരു അനുഭവം പൗലോസിന് തോന്നി.
പൗലോസ് എന്താ തോന്നി ഒന്നുകൂടെ വായിച്ചത്? പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. എന്താ പ്രശ്നം വെച്ചാൽ ഒരു മുടന്തനെ സുഖപ്പെടുത്തണം. പക്ഷെ അതിൻ്റെ പ്രോസസ്സിങ് നോക്കണം. അതായത് ആന്തരിക ഇപ്പം പൗലോസിൻ്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ പറയുന്ന സംഭവമില്ലേ ഭയങ്കര ബോധ്യത്തിലാണ് പറയണത്. പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്കിളിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്കിളി ഇട്ട് ചിരിപ്പിച്ചും ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല. സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത്. ശ്രോതാക്കളെ ഹൃദയത്തിൽ ദൈവത്തെ പിടിച്ചിരുത്തണം. എല്ലാവരും പറഞ്ഞ് ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ്, ടാക്ടിക്സ് എന്താണ്? അതല്ല സുവിശേഷത്തിന് വേണ്ടത്. സുവിശേഷത്തിന് വേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം. അതിന് ആന്തരികമായ ബോധ്യം വേണം. ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ, ഈ ഒരു മുടന്തൻ ഇളകി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൗലോസ് അയാളെ ശ്രദ്ധിച്ചു. എന്താ കാര്യം? അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ബോധ്യം ഉണ്ടാ വിശ്വാസം ഉണ്ടായിട്ട് എന്താ പറയുന്നത്? വിശ്വാസം ഉണ്ടാകുമ്പോൾ പൗലോസിന് മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവനുണ്ട്. എന്താ കാര്യം? വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ്. 10:17 വായിച്ചേ. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്. വിശ്വാസം അയാൾക്ക് ആ തുടർന്ന് വിശ്വാസം കിട്ടുന്ന വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള അതാണ് സാധനം. എന്താണ് കേൾവി? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം, അല്ല രാഷ്ട്രീയം പറഞ്ഞൊരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കേൾവിയിൽ നിന്നാണ്. അല്ലേ? 10:17 അതാണ് ആ പടത്തിന് സംഭവിക്കുന്നത്. പൗലോസ് ബോധ്യത്തോടെ പ്രസംഗിക്കുന്ന കാരണം അവന് വിശ്വാസം കേൾവിയിൽ നിന്ന് കിട്ടുകയാണ്. കേൾവി എന്തിനെക്കുറിച്ചാണ്? കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം. അതിന് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ. അല്ലാതെ വല്ലവരും എഴുതി വെച്ചിരിക്കുന്ന പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കത്തില്ല. ക്രിസ്തുവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം കേൾവിയുന്ന കാര്യം. പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാര്യം അതറിയണമെങ്കിലേ 10:14 വായിച്ചേ. റോമ 10:14. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ. റോമ 10:14 എന്താ പറയണേ? എന്നാൽ തങ്ങൾ വിശ്വസിച്ചില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതായത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസം കേൾവി എന്നാണ് പറയണത്. കേൾവി എന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവായിരിക്കണം. അറിവ് എവിടെ നിന്ന് വരണം? പ്രസംഗത്തിൽ നിന്ന്. പറഞ്ഞ അടുത്ത എന്നാൽ പറഞ്ഞു വായിച്ചോളൂ. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ആ പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും ദൈവം. അവരുടെ അതല്ലേ മാർക്കോസിന്റെ പുസ്തകം വായിച്ചേ 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അതായത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും എന്താ കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് പ്രസംഗികനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പൗലോസ് കണ്ടല്ലേ, പൗലോസ് പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്? ആ മുടന്തന് വിശ്വാസം ജനിച്ചു. പിന്നെ എന്ത് സംഭവിക്കണത്? പിന്നെ പൗലോസിന്റെ വചനങ്ങളെ കർത്താവ് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പം അടയാളം സഭയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് താത്വിക പ്രബോധനമായി പോകും. വരേണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും. പക്ഷെ പ്രസംഗിക്കുമ്പോൾ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും. എന്താ കാര്യം? അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ്. അപ്പം കർത്താവ് അടയാളം അപ്പം ചിലർക്ക് വചനം പ്രയോജനപ്പെടും, ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇപ്പം പൗലോസിൻ്റെ മുടന്തിന് അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി. അപ്പോൾ ചിലർക്ക് വിശ്വാസം ഉണ്ടാകും, പക്ഷെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഹെബ്രായർ പറഞ്ഞത്. ഹെബ്രായർ 4:2 വായിച്ചേ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്നതുപോലെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല.
ഇപ്പം ഇത് ഭയങ്കര രസമല്ലേ. പക്ഷേ ഇവിടെ റോമയിൽ നമ്മൾ ആക്സിൽ നമ്മൾ വായിക്കണത് എന്താ 14:9 ഒരു മുടന്തൻ അത് കേട്ടു, അവനത് പ്രയോജനപ്പെട്ടു, അവന് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാല് ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. അവൻ നടന്നു തുടങ്ങിയെന്ന്. 10 ഇരട്ടി അവർ ചെയ്ത്. അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ്. എന്താ കാര്യം? നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ്. കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് അവർ കൃപയിൽ വളർത്താനും വേണ്ടി ഉള്ള സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അല്ലാതെ അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു തരികിട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല. അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിൽ അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിൽ, അല്ലാതെ വിജ്ഞാന പാഠവങ്ങൾ നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി ആകരുത്. മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം, ക്രിസ്തുവിനെ അറിയണം. അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിൽ മരിച്ച് അവസാനം വരെ രക്തം ചിന്തി മരിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി കൂടിയാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായ ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗലോസ് പ്രസംഗിക്കുന്നത്. നമ്മളും ഇതുപോലെ സുവിശേഷ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണ ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കണത്. വലിയ സുവിശേഷ സാക്ഷികളായി ജീവിക്കാൻ നോക്കണം മക്കളെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധന എപ്പോഴും അറിഞ്ഞ് ആണ് ആരാധിക്കേണ്ടത്. ഇപ്പോഴും നിങ്ങൾ കുറേ പേര് സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ യൂട്യൂബിൽ ധ്യാനം കൂടി സന്ദേശം കേട്ടു അതനുസരിച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ. എപ്പോഴും വരുന്നൊരു വിഷയം നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട പാട്ട് എന്താണ് പാടിയത്? ഞങ്ങളും നിന്മക്കളല്ലോ. അപ്പോൾ നമ്മുടെ ഒരു അവകാശം, ഒരു യോഗ്യതയാണ് ആ പറയണത്. അതുകൊണ്ട് കനിവാർന്ന് പ്രാർത്ഥിക്കതായി ആരോടാണ്? നിൻ്റെ മകനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആരാധന തുടങ്ങാൻ നേരത്തുള്ള കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണത് അല്ലേ? അമ്മയുടെ പേരിൽ, അമ്മയുടെ മധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടുന്നതിൻ്റെ കാരണം അതാ. അപ്പോഴത് അറിയണം, ഞങ്ങൾ നിൻ്റെ മക്കളാണെന്നുള്ള ഒരു ബോധം. ഇന്ന് ജേക്കബ് തുങ്കുഴി പിതാവ് എന്താ പറഞ്ഞത്? മാർപ്പാപ്പ മെക്സിക്കോയിൽ ചെന്നപ്പോൾ ഗൊദലുപ്പയിൽ വെച്ച് സംസാരിച്ചതാണ്. യു ആർ നോട്ട് അലോൺ, യു ആർ നോട്ട് ഓർഫൻസ്, യു ആർ ദ ചിൽഡ്രൻ ഓഫ് മദർ. ദ മദർ ഈസ് മദർ ഓഫ് ജീസസ്. അതാണ് അഭയം. അതാണ് കറക്റ്റ്. എന്നുവെച്ചാൽ അമ്മയാണ്, അമ്മയുടെ മക്കളാണെന്ന് നമ്മളെന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു മതിലുകളും നമുക്കെതിരെ നിൽക്കത്തില്ല. അതാണ് ആ മാപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം. വി ആർ സ്ട്രോങ് എന്നല്ലേ പറഞ്ഞത്? പറയാതെ പറഞ്ഞത് എന്താണ്? ട്രംപിനോട് മറുപടി പറഞ്ഞത് എന്താണ്? വി ആർ സ്ട്രോങ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് മദർ മേരി എന്നല്ലേ പറഞ്ഞത്? ആരുടെയും പേര് പറയാതെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് മതിലിനോട് മാത്രമല്ല, ക്യാൻസറിനോടും നമ്മളങ്ങനെ പറയും. വി ആർ നോട്ട് അലോൺ, വി ആർ നോട്ട് ഓർഫൻസ്, we are the children of മദർ മേരി. ഞങ്ങളെ ഈശോയിലെ അമ്മയുടെ മക്കളാണ്. ഈ ഒരു അറിവാണ് ആരാധനയുടെ അനുഭവം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം കേൾക്കുന്നത്. അറിവ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിവ് വർദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞില്ലേ? ആരാധന അനുഭവം ഉണ്ടാണെങ്കിൽ നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. അതിന് ഈശോ വേറെ രീതിയിലാണ് സംസാരിച്ചത്. എന്നാ പറഞ്ഞത്? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ആരാധിക്കുകയാണെങ്കിൽ ആരാധിക്കുന്നവൻ അറിയുന്നതിനെ ആരാധിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. അറിയാത്തതിനെ ആരാധിക്കരുത്. അറിയാത്തതിനെ ആരാധിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനല്ല. ചില അച്ഛന്മാരൊക്കെ പച്ചമാമാടെ മുമ്പിലേ കമന്നടിച്ച് വീണായിരുന്നു വത്തിക്കാനിൽ. അതിൻ്റെ പേരിൽ സഭയിൽ ചില ആന്തരികമായ സങ്കടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വി ആർ നോട്ട് ബൗണ്ട് ടു അഡോർ ദി അൺനോൺ ഡെയിറ്റി. അറിയാത്തതിനെ ആരാധിക്കാൻ നമുക്ക്
അധികാരമില്ല, അത് പാപമാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. 4:22 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4:22 നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യഹൂദരിൽ നിന്നാണല്ലോ വരുന്നത്. ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ജീസസാണ്, രക്ഷയാണ്, മിശിഹായാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ്, ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് നേടിയവനാണ്. ഇഹത്തിലും പരത്തിലും എന്നും അധികാരമുള്ളവനെയാണ് ആരാധന. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട മുഖ്യമായ 3 വികാരങ്ങളുണ്ട്. എന്തൊക്കെയാണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മുടെ ഉടമ്പടി വിദ്യാഭ്യാസം മുഴുവൻ നിലനിൽക്കുന്നത് ഈ തിയോളജിക്കൽ വെർച്യൂസിലാണ്, ദൈവിക പുണ്യങ്ങളിലാണ്. കർത്താവ് പറഞ്ഞില്ലേ നമ്മളോട്, വചനം വിത്താണ് എന്ന് പറഞ്ഞില്ലേ, അല്ലേ? വിത്ത് വിതക്കപ്പെടുമ്പോൾ പല ഇടങ്ങളിലാണത് വീഴുന്നത്, അല്ലേ? ചിലത് മണ്ണ് വേണ്ടുവോളം ഇല്ലാത്ത പാറപ്പുറത്ത് വീഴും, ചിലത് മുൾപടർപ്പിൽ വീഴും, ചിലത് നല്ല നിലത്ത് വീഴും. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്, അല്ലേ? അതാണ് ലൂക്ക 8:11 തിരുവചനങ്ങൾ. എന്നിട്ട് അതനുസരിച്ച് ഈ നല്ല നിലം പോലും ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻറ്റാണ്. നിലത്തിൻ്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 30 മേനി, ചിലത് 60 മേനി, ചിലത് 100 മേനി. നമ്മൾ ഉടമ്പടിയിൽ ഉദ്ദേശിക്കുന്നത് 100 മേനിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ പരിപൂർണമായ നല്ല നിലമായി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പം നിങ്ങളെ കൊണ്ട് കുറേ പണിയെടുപ്പിക്കണില്ലേ, അല്ലേ? കുറേ ആത്മീയ അഭ്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഉടമ്പടിയെക്കുറിച്ച് തൊങ്കിൽ പിതാവ് എന്നെ മുറിയിൽ വെച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പോലും ദാറ്റ് ഈസ് ഗുഡ് എന്നാണ് പറഞ്ഞത്. കാര്യം പറയുന്നത് എന്താ? ഉടമ്പടി സമ്പൂർണ്ണമായിട്ട് ഒരു അറിഞ്ഞുള്ള ആരാധനയുടെ അഭ്യാസങ്ങളാണ് കാണിക്കണതെല്ലാം. നമ്മുടെ ഉപവിപ്രവർത്തനമായാലും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനമായാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഏതാണ്ട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവർ ചെയ്യരുത്. ഭയങ്കര തീവ്രമായ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഇപ്പം നല്ല നിലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല നിലം, വിശ്വാസത്തിൻ്റെ നിലമുണ്ട്, പ്രത്യാശയുടെ നിലമുണ്ട്, സ്നേഹത്തിൻ്റെ നിലമുണ്ട്. ഈ സ്നേഹത്തിൻ്റെ നിലത്തിലാണ് 100 മേനി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു നെല്ലിട്ടാൽ അതിന് ഞാറിൽ നമുക്ക് 100 നെല്ല് കിട്ടും. ഇത് പഴയ കാലത്ത് ഹൈടെക് ജനറ്റിക്കൽ അഗ്രോ എൻജിനീയറിംഗ് ഒക്കെ ഒന്നും ഇല്ലാഞ്ഞൊരു കാലത്തുള്ളതാണ്, കഥയാണ്. ഇപ്പോഴാണ് ഒരു നെല്ലിന് 350 നെല്ല് കിട്ടണത്. ഇപ്പം 350 മേനിയാണ് കിട്ടണത്, അല്ലേ? തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മണ്ണൂത്തിൽ ആ ഞാറൊക്കെ നിൽക്കുന്നുണ്ട്. 350 മേനിയുടെ, അത് വേറെ 3 മാസം കൊണ്ട്. ഇപ്പം ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോഴിന്ന് ഫുള്ളായിട്ടുള്ള ഹാർവസ്റ്റിങ്ങിന് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ,
എൻ്റെ നിലത്തിലെ 100 മേനിയ വചനം വിളയാൻ എൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ഈ നമ്മളെപ്പോഴും സംഭവിക്കേണ്ടത്, ശ്രദ്ധിക്കുക, ജപമാല ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി. അപ്പോൾ ഈ മാസം അതൊരു 90 പ്രാവശ്യം ചൊല്ലിക്കോ. എന്താ കാര്യം എന്നറിയാം? ഒരു ഹോംവർക്ക് പോലെ. പരിശുദ്ധ ആത്മാവിനെ പറഞ്ഞ് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടാകുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. എന്താ കാര്യം? ഇതിങ്ങനെ എന്നിട്ട് നമ്മുടെ ഉടമ്പടിയുടെ ഉപവിപ്രവർത്തനങ്ങൾ, രോഗീ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പത്രവിതരണങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കാഴ്ചവെക്കേണ്ടത്. നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾക്കല്ലേ, ഇല്ലേ? ഉടമ്പടി നിയോഗങ്ങളെക്കാളും ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. എല്ലാമല്ല, ഏതെങ്കിലും ഒരു ഘട്ടം ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവസ്നേഹം വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായ? നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം അഭിഷേക രൂപത്തിലാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ നിൽക്കണം, അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡിന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്, നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തോന്നുന്നതിൻ്റെ കാരണം നമുക്ക് അഭിഷേകത്തിൻ്റെ ഒരു കുറവാണ്. അത് പരിഹരിക്കാനാണ് അച്ഛൻ ഈ ടോണിക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? എന്തെങ്കിലും കേട്ടോ, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ മോള് ഒരു തെറ്റായ ഒരു ബന്ധത്തിലാണെന്ന് നിങ്ങൾ ഫോണിൽ കേൾക്കണം, അപ്പോൾ തന്നെ നിങ്ങൾ ഷിവറാകും. നിങ്ങൾ ഷിവറാകേണ്ട കാര്യമില്ല. എന്താണ്? നിൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതിന് ആന്തരിക ബോധ്യമാണത്. അതിന് ദൈവസ്നേഹം ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന്, കർത്താവ് നുണ പറയുമോ? അത് ബോധമുള്ള ക്രിസ്ത്യാനിക്ക് അറിയാം. കർത്താവ്, എൻ്റെ കർത്താവ് നുണ പറയത്തില്ല. 16:23 ഒന്നേറ്റ് പറഞ്ഞ്, യോഹന്നാൻ 16:23 ഒന്നേറ്റ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പം ഈ സന്തോഷം ആരും എടുത്തു കളയുമെന്ന് ഈശോയ്ക്ക് അറിയാം. പറഞ്ഞ മനസ്സിലായി? ഈശോ ഈ ഭൂമി വന്നപ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന വികാര വിക്ഷോഭങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈശോ ഒരു കുറിപ്പടി തന്നു. കാരണം ഈശോ അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിച്ച ആളിനറിയാം ഇങ്ങനെ വിഷയത്തിൽ ചില ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുടനെ പക്ക മെഡിസിൻ തന്നിട്ട് പോയി. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം ആൾക്കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഓർത്തിരിക്കുന്നത്. അവർക്ക് സ്ഥലമില്ല. എന്താ സ്ഥലമുണ്ട്, പക്ഷേ അത് ഇപ്പോഴത്തെ റീസർവേയിൽ അത് പുഴയുടെ അരികിലാണ്. അതുകൊണ്ട് അത് അതിന് പറ്റിച്ചിട്ട് കിട്ടത്തില്ല, കരമടക്കാൻ പറ്റത്തില്ല. പുഴയുടെ അരികിലത് 7 കൊല്ലമായിട്ട് അതിനെ പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ വീട് ഉറഞ്ഞു പോയി, പുതിയ വീട് കിട്ടാൻ ഉള്ള മാർഗ്ഗമില്ല. അതാരെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴുണ്ട്, അതിന് പറ്റിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ കരമടക്കാൻ അനുവദിക്കണില്ല. ഇങ്ങനെ ആപ്പടെ കുഴപ്പത്തിലായി. അപ്പോൾ അവരുടെ അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഉടമ്പടി എടുത്തിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ്, എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ ഓഫീസിൽ നിന്നും പോയി സംസാരിച്ച് പരിചയമില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് നിൻ്റെ കാശ് രൂപം മാത്രമാണ്. നീ എനിക്ക് മുമ്പേ പോയിട്ട്, ഞാൻ 7 കൊല്ലമായിട്ട് ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നതാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയേ ഉള്ളൂ. അതാണ് അറിഞ്ഞ് പറയണം. അറിയാവുന്നതെല്ലാം അങ്ങ് പച്ചക്ക് പറയുക. നീ എനിക്ക് മുമ്പേ പോകണം. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു മിഷൻ വർക്കാണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. അത് വാഗ്ദാനമാണ്. അത് ഏത് ഇൻ്റർവ്യൂവിനായാലും എവിടെയായാലും നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണത്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവകൃപയും ഒരു യോഗ്യതയൊക്കെ കിട്ടും. അതിൻ്റെ ബോധം ആ ചേച്ചിക്കൊണ്ട്
പക്ഷേ എന്നാ ചെയ്യിക്കണമെന്ന് 7 കൊല്ലത്തിന് ശേഷം ഇവർ 7 കൊല്ലം നടന്നിട്ട് കിട്ടാത്ത കാര്യം ഇവർ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആകപ്പാടെ ഇപ്പോൾ ഈ മരട് പ്രശ്നം വരെ നിലനിൽക്കുമ്പോഴും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ് എല്ലാവരും. 1.5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കരമടക്കാൻ അനുവാദം കൊടുത്തിട്ട് പറ്റിച്ചിട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വീട് വെക്കും. വീട് വെക്കാൻ പോയപ്പോൾ വീടിൻ്റെ പരമാവസ്ഥയായപ്പോൾ പിന്നെയും കേട്ട് പ്രളയം വരാൻ പോകണം. പ്രളയം കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ കുറേ ദിവസം 4 മാസം കഴിയാതെ പിന്നെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. വെച്ച വീടിൻ്റെ അകത്ത് കേൾക്കാതെ പ്രളയം വരാൻ പോകണമെന്ന് കേട്ടപ്പോൾ ഇവർ വീണ്ടും പ്രാർത്ഥിച്ച്, അമ്മ തന്ന വീടല്ലേ, വെള്ളം തന്നെയാണ് കയറണ്ടേ എന്ന് ചോദിച്ചപ്പോൾ 7-ാം തീയതി കൊണ്ടുവന്ന് താക്കോല് കൊടുത്ത് 7-ാം തീയതി കയറി താമസിച്ച്. 8-ാം തീയതി പ്രളയമായി. ആ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. 8-ാം തീയതി പ്രളയമായപ്പോൾ കെട്ടിച്ച വീട്ടിൽ നിന്ന് മകൾ വിളിച്ചു ചോദിച്ചു, അമ്മേ മാതാവിൻ്റെ വീടല്ലേ വെള്ളം കയറിയാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ്, ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാണ്, നമ്മുടെ വീട് മാത്രം ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് അനുഭവിച്ച് ജീവിക്കണമല്ലേ ശരിക്കും. അറിഞ്ഞ് ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ്. അറിഞ്ഞ് ആരാധിക്കുമ്പോൾ അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് അറിഞ്ഞ് ആരാധിച്ച് അനുഭവം പ്രാപിക്കാൻ 100 മേനെ വിളവ് ലഭിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത സന്തോഷത്താൽ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈ എടുത്ത് ആ തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകുമ്പോൾ അവരും ഇത് മടക്കും. ആദ്യം മടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സന്തോഷം മാറാത്തത്? കർത്താവ് കൊടുത്ത സന്തോഷമാണ്. ഈ പ്രളയം വന്ന് എല്ലാ വീടും മുങ്ങിപ്പോകുമ്പോഴും ഇവരെന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? കർത്താവ് കൊടുത്ത സന്തോഷമാണ്. പ്രളയം വന്നാലും നിന്നെ സ്പർശിക്കും. നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ. തീയും വെള്ളത്തിൻ്റെയൊക്കെ മേലെ അധികാരമുള്ള കർത്താവാണ്. തീയിലെ അതായത് നീ അഗ്നിയിലൂടെ നടക്കും അല്ലേ. ഏശയ്യാ 43:2 എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞോ? നടക്കും. പക്ഷെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ഇതുതന്നെയാണ് ഈ അഗ്നിയിലൂടെ നടക്കും. ചിലപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയും. പക്ഷേ ക്യാൻസറിൻ്റെ ആവിയും പുകയും നിന്നെ ഏൽപ്പിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു ക്യാൻസറിന് നിൻ്റെ ആന്തരികമായ സന്തോഷത്തെ, ഞാൻ തന്നിരിക്കുന്ന സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അഗ്നിയിലൂടെ നടക്കും. ഞാൻ അഗ്നിയിലൂടെ നടന്നതാണ്. പക്ഷേ അഗ്നി നിന്നെ വിഴുങ്ങുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പം എടുത്തു കളയാനാവാത്ത സന്തോഷം. എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും ഇപ്പം കടങ്ങളുണ്ടാകും. ഇപ്പം ചെറിയ പറഞ്ഞു, ഇന്നലെ ഞാൻ സഹോദരനെ കണ്ടപ്പോൾ എനിക്ക് 2 കോടി കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഞാൻ മനുഷ്യനെ പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം എന്നറിയാവോ? ഈ 2 കോടി കടം വീട്ടുകോളും ഈ മനുഷ്യൻ ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം. ഈ ടെൻഷൻ ഈ ഹൃദയത്തിലേക്ക് അഭിഷേകം സ്പർശിക്കാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ആന്തരികമായ അഭിഷേകം വേണം. ഈ ആന്തരിക അഭിഷേകം കിട്ടാൻ എന്താ മാർഗം? ദൈവസ്നേഹം നിറയണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇപ്പം 1 കൊറിന്തോസ് 13:7 സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹത്തിന് അതിനുള്ള അതിജീവനത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. സർവൈവിങ് കപ്പാസിറ്റിയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിൻ്റെ ക്യാൻസറിനെ അത് അതിജീവിക്കാം, നിൻ്റെ തൈറോയിഡിനെ അതിജീവിക്കാം, നിൻ്റെ കടങ്ങളെ അതിജീവിക്കാം,
നിൻ്റെ പരീക്ഷ തോറ്റ് പോകുമ്പോൾ മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്ന നാണക്കേടിനെ അതിജീവിക്കും. നിന്നോട് തന്നെയുള്ള നിനക്കുള്ള ആത്മവിശ്വാസം ഇല്ലായ്മയെ അതിജീവിക്കും. സ്നേഹം എല്ലാത്തിനും അതിജീവിക്കും. അതുകൊണ്ടാണ് സ്നേഹം നിറക്കാൻ വേണ്ടി നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യണത്, സ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണത്, സ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ സുഹൃത്ത് ജപങ്ങൾ ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അഭിഷേകത്തിനായി എല്ലാത്തിനും അതിജീവിക്കുന്ന ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. എന്റെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്റെ തോളിലേറ്റി താരാട്ടു പാടും നിന്നെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. Praise the Lord. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും ആരുടെ ദുഃഖവും സന്തോഷമായിരിക്കണം? അമ്മയുടെ ദുഃഖവും സന്തോഷമായിരിക്കണം, ഇല്ലേ? അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തിനാ പറയണത്? സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് നിങ്ങളുടെ ദുഃഖമെന്നാണ് പറഞ്ഞത്. അമ്മയെ സ്ത്രീയെന്ന് ഈശോ വിളിക്കണത് ആരെയാണ്? സാധാരണ അമ്മയെ. സ്ത്രീയെന്ന് ഈശോ വിളിക്കണത് ആരെയാണ്? സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറയണത് ആരെയാണ് വിളിക്കണത്? അമ്മയാണ്. എനിക്ക് അങ്ങനെ കൂട്ടി വായിക്കാനാണ് ഇഷ്ടം. ദുഃഖം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ തരം ദുഃഖമാണ് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ദുഃഖമൊക്കെ എൻ്റെ അമ്മയുടെ തരം ദുഃഖമാണ്. എന്താണ്? സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് നിങ്ങളുടെ ദുഃഖം. എന്താ? അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 16:21. സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് ദുഃഖം. എന്താണ്? അത് പ്രസവിച്ച് കഴിയുമ്പോൾ ലോകത്തിൽ ഒരു സന്തതി ജനിച്ചത് കൊണ്ട് അവൾ സന്തോഷിക്കുന്നു. ആ ദുഃഖം പിന്നീട് അവൾ ഓർക്കുന്നില്ല. ഞാൻ അമ്മമാരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പ്രസവം കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചത് ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ്, അതാ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ്? അതാണ് പ്രശ്നം. അപ്പോൾ സാധാരണ ഗർഭിണി അല്ലെന്ന് മനസ്സിലായില്ലേ? ഇത് ലോകത്ത് കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ആർക്കാണ്? രക്ഷകൻ. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ, 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 യേശുസ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഞാൻ എന്താണ് ഈ യോഹന്നാൻ 16:21 സ്ത്രീ അമ്മയാണെന്ന് ധ്യാനിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അത് വെളിപ്പാട് 12:2 എന്താ പറയണത്? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവൾ ഗർഭിണിയായിരുന്നുവെന്ന്, ഇല്ലേ? അവൾ ഗർഭിണിയായിരുന്നു. അതാരെക്കുറിച്ച് പറയണത്? അമ്മയെക്കുറിച്ച് പറയണതാണ്. അതായത് നമ്മുടെ ദുഃഖങ്ങളെല്ലാം എപ്പോഴായാലും അതിൻ്റെ പൊട്ടൻസി എന്താണ്? സന്തോഷമാണ്. ഈശോ പറഞ്ഞില്ലേ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അതിൻ്റെ സാധ്യത എന്താണ്? സന്തോഷമാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവ് കലരുമ്പോൾ, കർത്താവിൻ്റെ ശക്തി കലരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ എല്ലാ ദുഃഖങ്ങളും, ദൈവപൈതലെ നിൻ്റെ കടങ്ങളോ രോഗങ്ങളോ ഇപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണകളോ മക്കളില്ലാത്ത അവസ്ഥയോ വീടില്ലാത്ത അവസ്ഥയോ എല്ലാം യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ആ അരിഷ്ടതയാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദാറ്റ് സോറോ ഇസ് ദ സോറോ ഓഫ് മദർ ഓഫ് ഗാഡ്. ദൈവമാതാവിൻ്റെ ദുഃഖമാണ്. ദൈവമാതാവ് ഈശോനെ ലോകത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദുഃഖം പിന്നീട് അവൾ ഓർത്തില്ല.
എൻ്റെ ദൈവവേദന നിനക്ക് രോഗമാണോ, നിനക്ക് ക്ഷീണമാണോ, നിനക്ക് അതുപോലെ കടമാണ്, നിൻ്റെ മത്സരത്തിൽ നീ പരാജയപ്പെട്ടു പോയ ഒരു പരീക്ഷ തോറ്റ വ്യക്തിയാണോ, അല്ലെങ്കിൽ ജപ്തി നടപടി നേരിടുന്ന വ്യക്തിയാണോ, കടമാണോ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും നീ ഇപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം പരിശുദ്ധ അമ്മയുടെ ദുഃഖമാണ്. യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഗർഭകാലങ്ങളിലെ പ്രസവകാലങ്ങളിലെ അമ്മ അനുഭവിച്ച ദുഃഖത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവേ, ഈ കഷ്ടതയുടെ കാലത്ത് വിശ്വാസത്തോടെ സാക്ഷ്യം വഹിച്ച്, പ്രത്യാശയോടെ സാക്ഷ്യം വഹിച്ച്, ഈ ലോകത്തിന്റെ കാലത്ത് ദൈവസ്നേഹത്തോടെ സാക്ഷ്യം വഹിച്ച് യേശുവിനെ എനിക്ക് ലോകത്തിലേക്ക് കൊടുക്കുവാൻ അമ്മയെപ്പോലെ എന്റെ സുവിശേഷത്തിന്റെ രക്ഷയുടെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ കൈകളടിച്ചുകൊണ്ട്. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ മധ്യസ്ഥ ഈശോനാമത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയരോഗികൾ നെഞ്ചിൽ കൈവെക്കുക. കൈവെക്കുമ്പോഴൊക്കെ പറയണം, ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരുന്നു, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ നാമത്തിലാണ് നീ കൈവെക്കണത്. നീ ഇവിടെ ഉടമ്പടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ കൈവെക്കുന്നത്. ഉടമ്പടിയുടെ ഒരു മാനറിസമാണ് കൈവെപ്പ്. എബ്രാഹാം ഇസഹാക്കിനെ, പ്രിയ വധുവിനെ അന്വേഷിച്ചപ്പോൾ ഭൃത്യനോട് കൈവെക്കാനാണ് പറഞ്ഞത് തുടയിൽ, അല്ലേ? അപ്പം നമ്മൾ ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ രോഗാതുരമായ സ്ഥലങ്ങളിൽ ഉടമ്പടി പ്രകാരം കൈവെക്കണത്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ ഓർത്തുകൊണ്ട് കൈവെക്കാവുന്നതാണ്. നടുവേദനക്കാർ, കിഡ്നി വേദനക്കാർ ബാക്കിൽ കൈവെക്കുക. ഉദരരോഗികളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. മൂത്രം വിട്ടു പോണവർ, മൂത്രത്തിൽ രക്തം വരുന്നത്, ബ്ലീഡിങ് തന്നെ വന്നിട്ട് പോകാതെ ഇരിക്കണവർ, അതുപോലെ തന്നെ അതുപോലെ തന്നെ വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, ഇങ്ങനെ എല്ലാ ലീക്കേജ് അസുഖങ്ങളും നമ്മൾ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. തൈറോയ്ഡ് രോഗികൾ, ടോൺസിൽ രോഗികൾ, അലർജി രോഗികൾ, ടോൺസിൽ രോഗികൾ, എല്ലാ സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരെല്ലാം തൊണ്ടയിൽ കൈവെക്കുക. തലവേദനക്കാർ ശിരസ്സിൽ കൈവെക്കുക. ശിരസ്സിനോട് ബന്ധപ്പെട്ട ENT രോഗങ്ങളെല്ലാം നെറ്റിയിൽ കൈവെക്കുക. ചെവി, നാക്ക്, മൂക്ക് രോഗങ്ങളെല്ലാം, ശിരസ്സിൻ്റെ വേദന ഉൾപ്പെടെയുള്ളവരെ നെറ്റിയിൽ കൈവെക്കുക. കർത്താവ് എന്നിട്ട് പറഞ്ഞ് ശ്രദ്ധി പറഞ്ഞ് രോഗങ്ങളുള്ള ഓരോ രോഗികളും അസ്ഥി ഒടിഞ്ഞവരും അസ്ഥി നുറങ്ങിയവരും കൊണ്ട് മെസ്സേജിൽ അവരുടെ സൗഖ്യം ഈശോ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അസ്ഥി ഒടിഞ്ഞവരൊക്കെ, ആ വേദനയുള്ള സ്ഥലത്ത് മുഴയുള്ളവർ, സിസ്റ്റുള്ളവരൊക്കെ എവിടെയാണ് അതൊക്കെ ഉള്ളത് അവിടെ കൈവെക്കുക. മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ ഒക്കെ കൈവെക്കുക. വലിയ രോഗികളെല്ലാം നെഞ്ചിലാണ് കൈവെക്കേണ്ടത്. എന്നിട്ട് പറയുക, നന്നായിട്ട് പറയുക, കർത്താവായ ദൈവമേ, നിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് ഞാൻ കൈവെക്കുന്ന കർത്താവ് ഈ നിമിഷം ഈ ആരാധനയിലെ ഈശോ നാമത്തിലെ ഞാൻ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. Command you in the name of Jesus Christ to be healed. Command you in the name of Jesus Christ to be healed.
I command you in the name of Jesus Christ to heal. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. അലർജി രോഗികളെ കൃപാസനത്തിൽ ഒത്തിരിയേറെ അലർജി രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. വിസർപ്പ രോഗികൾ, ക്യാൻസർ രോഗികൾ, സർവാംഗം പെയിനുള്ളവർ, അതായത് നഖം മുതൽ ശിഖ വരെ സർവാംഗം വേദന അനുഭവിക്കുന്നവർ സ്വസ്തിക്കടയാളത്തിൽ ഇങ്ങനെ പൂട്ടി കൈവെക്കണം. അതിൻ്റെ ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടും, എല്ലാവിധ രോഗങ്ങളും ഉൾപ്പെടും. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവായ ദൈവമേ, എൻ്റെ ആസകല രോഗങ്ങൾ യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യപ്പെടുന്നതിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകൃപാനയിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നാമത്തിൽ ഈ നിമിഷം ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളില്ലാത്തവരെ, വിവാഹം താമസിക്കുന്നവരെ, ജോലി താമസിക്കുന്നവരെ, ഇപ്പം മക്കളില്ലാത്തവരെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾ, അതുപോലെ തന്നെ IELTS, അതൊക്കെ ഇവിടെ അൾത്താറയിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് എന്നാണ് പറയേണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? ഇത് അതിന് വേണ്ടിയുള്ള ഒരു ധ്യാനകേന്ദ്രം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. നിൻ്റെ കണ്ണുനീര് തുടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ധ്യാനകേന്ദ്രം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സമയമായില്ലെങ്കിലും ചെയ്തു തരാൻ പറ്റിയ അമ്മ സന്നിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മക്കളില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ബീജത്തിന് ഓട്ടമില്ല, കൗണ്ടില്ല, ഇതൊന്നും ഇവിടെ റെഫറൻസ് അല്ല. ഈ മതക്കെട്ടിൻ്റെ അകത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല. ഉള്ള പ്രസക്തി എന്താണ്? നിൻ്റെ ദൈവം നിൻ്റെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ്. അവൻ കടലിന് മീതെ നടന്നവനും വെള്ളത്തെ വീഞ്ഞാക്കിയതും മരിച്ചവനെ ഉയർപ്പിച്ചവനുമാണ്. എൻ്റെ അമ്മ പറഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അത് ചെയ്യും, എൻ്റെ ഈശോ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മുൻവിധികളെല്ലാം കളഞ്ഞേക്കണം. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, 28 പ്രാവശ്യം IELTS എഴുതി തോറ്റു. ഇന്നലത്തെ സാക്ഷ്യമാണ്. 28 പ്രാവശ്യം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നേരത്തേക്ക് ഒരു 18 പ്രാവശ്യം വരെ വന്നിട്ടുണ്ട് IELTS. 28 പ്രാവശ്യം ആദ്യം വരികയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ്. 20 കൊല്ലം മക്കളില്ല, ഉടമ്പടി പുതുക്കിയപ്പോൾ ആ രാത്രി ദൈവം 2 കുഞ്ഞുങ്ങളെ കൊടുത്ത്. ഇതാണ് ഇവിടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ വിശുദ്ധിയുള്ളവരാകാൻ നോക്കണം. ദൈവത്തിനെ ഇങ്ങനെ മുറുകെ പിടിക്കണം. ഇതിനൊരു തീരുമാനം എടുക്കണം. കർത്താവ്, നിന്നെ ഞാൻ ഹോൾഡ് ഫാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, മാറ്റർ ഓഫ് ടേൺ, നിന്നെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്, പിരിഞ്ഞു പോണ പ്രശ്നമില്ല, നീയാണ് എൻ്റെ ദൈവം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch your fire finger, sack the precious bed. മക്കളില്ലാത്തവർക്ക് കർത്താവേ മക്കളെ കൊടുക്കണമേ. പരീക്ഷ തോറ്റവർക്ക് പരീക്ഷ വിജയം കൊടുക്കണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. വിവാഹ തടസ്സമുള്ളവരെ വിവാഹ തടസ്സം മാറ്റി കൊടുക്കണമേ. കർത്താവേ, എന്തെല്ലാം വിഷയങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, വഴിയില്ല, വെള്ളമില്ല, സമാധാനമില്ല, എന്ന മദ്യപാന ആസക്തികൾ, എന്തെല്ലാം തലങ്ങളിലെ മനുഷ്യരെ വേദനിക്കുന്നുവോ ആ വേദനകളെല്ലാം യേശു ക്രിസ്തു സന്തോഷമായി മാറ്റട്ടെ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ
എനിക്കായി കരുതുന്നവൻ. എനിക്കായി കരുതുന്നവൻ. ചെറുതല്ലേ? ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെ. എനിക്കായി കരുതുന്നവൻ. ഒരുമിച്ച് പാടുക. എനിക്കായി കരുതുന്നവൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ. ചെറുത്തി പാടുക. എനിക്കായി കരുതുന്നവൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. അത് കർത്താവിൻ്റെ വചനമാണ് അല്ലേ? എന്നെ കൈവിടാത്തവൻ. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. സ്തുതിക്കട്ടെ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. ഒരു കാരണവശാലും എന്താ പറഞ്ഞിരിക്കണത്? ഹെബ്രായർ 13:5. അറ്റ് എനി കോസ്റ്റ്. എന്തെല്ലാം കാരണങ്ങൾ നിന്നെ കൈവിടാൻ സർക്കാരിനുണ്ട്, സമുദായത്തിനുണ്ട്, ഈ ലോകത്തിനുണ്ട്. ബട്ട് ജീസസ് സെഡ്, ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ കൈവിടത്തില്ല. കൈയിട്ടിച്ച് കർത്താവ്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ. എനിക്കായി കരുതുന്നവൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ. ശ്രദ്ധ പാടുക. ശ്രദ്ധ പാടുക. എനിക്കായി കരുതുന്നവൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ ഈശോ വിളിക്കട്ടെ. ഈശോ വിളിക്കട്ടെ. ഈശോ കൈവിടാത്തവൻ. യേശുവൻ കൂടെ. എന്നെ കൈവിടാത്തവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. ഒരുമിച്ച് പാടുക. ശക്തി പാടുക. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ. യേശുവൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിറച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ. നമ്മുടെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്താണ്? കൃപാസനം പ്രേക്ഷിത പത്രമാണ്. യേശുവിനെ അറിയാത്തവരെ അറിയിക്കാൻ ഉള്ള ദൈവ സംവിധാനമാണ്. അനേക ആയിരങ്ങൾ അനുഗ്രഹിച്ചതിൻ്റെ എല്ലാം അടയാളം ഈ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പത്രമെല്ലാം എടുക്കുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പത്രത്തിൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നുണ്ട്, അതനുസരിച്ച് ഇന്ന് തന്നെ ചെയ്യണം. ഉടമ്പടി ചെയ്ത ആ സഹോദരങ്ങളെ തന്നെ എന്തെങ്കിലും എമർജൻസി, ഉടമ്പടി വെക്കാത്ത എന്തെങ്കിലും എമർജൻസി കാര്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ ലൈറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് അയക്കണം. കാര്യം ഏറ്റവും ഒടുവിൽ 15 ലക്ഷം ജപമാലയാണ് നമ്മൾ പ്രാർത്ഥിച്ച് സ്വരുക്കൂട്ടിയിരിക്കുന്നത്. 15 ലക്ഷം. ലോകത്ത് ഇത്രയും ജപമാല ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സംവിധാനമില്ല. അപ്പം അത്രയും ആത്മീയ ആസ്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിങ്ങളെ ഒരു ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പോലും ലൈറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ജനകോടികളെ കഴിഞ്ഞ കാലനൂറ്റാണ്ടായിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല റാലിയുടെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജപമാലയുടെ ആസ്തിയിലാണ് ലൈറ്റക്കാനിൽ ഇത്രയും അത്ഭുതകരമായിട്ട് അടയാളം നടന്നത്. ഇപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ചില സമുദായ സംഘടനകൾ ഇഷ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന റദ്ദ് ചെയ്തിരിക്കുകയാണ്, നടത്തണേലല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ക്രൈസ്തവ സഹോദരങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ആവശ്യപ്പെട്ട അവർക്ക് വേണ്ടി ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്യാവുന്നതാണ് അവരുടെ സാന്നിധ്യത്തിലെ. കാരണം അവർ ഉടമ്പടി എടുക്കുമ്പോഴാണെല്ലാം മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടിയൊക്കെ ചില സമയത്ത് വരേണ്ടത്. അപ്പം അത് വേണ്ട, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 4 കാര്യം നിങ്ങളുടെ വെച്ചാൽ 2 കാര്യങ്ങൾ അവരുടേത് വെക്കാം. പക്ഷേ ഉടമ്പടിയുടെ വിശുദ്ധിക്കേണ്ട പ്രക്രിയ, വിശുദ്ധിയോടെ ജീവിക്കുക, അത് ഉടമ്പടി എടുക്കുന്ന എല്ലാവരും ദൈവതിരുസന്നിധിയിൽ പാലിക്കേണ്ടതാണ്. പിന്നെ അക്രൈസ്തവ സഹോദരങ്ങൾക്കും ലൈറ്റ് ക്യാൻഡിൽ പെർ റിക്വസ്റ്റ് ഇടാം. വിദ്യാഭ്യാസമുള്ളവർക്ക് എളുപ്പമാണത്. ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ലൈറ്റ് ക്യാൻഡിൽ പെർ റിക്വസ്റ്റ് ഇടാം. അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ ആധ്യാത്മിക ബാധ്യത വരുന്നില്ല കൂടുതൽ. ഞങ്ങളെപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞങ്ങളോട് അതാണ് പറഞ്ഞിരിക്കുന്നത്, കിട്ടിയിരിക്കുന്ന ആന്തരിക ബോധ്യം. ജനങ്ങളുടെ അവശതകളിൽ അവിടെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും അവർക്ക് അനുഭവവേദ്യമാക്കുക. ഷാലോം ടി വിയിലും ഗുഡ്നസ് ടി വിയിലും കൃപാസന ഉടമ്പടി ധ്യാനമുണ്ട്. അത് 2 നമ്മൾ കൂടാം ഒരാഴ്ചയിൽ. ബാക്കി ഒരു മാസം നമ്മൾ 6 പ്രാർത്ഥനയാണ് കൂടേണ്ടത് അല്ലേ. ഒരു പ്രാർത്ഥന കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തവർ കൃപാസനത്തിൽ തന്നെ വന്ന് ബൈ പേഴ്സൺ കൂടേണ്ടതാണ്. ബാക്കിയുള്ള പ്രാർത്ഥന കൃപാസനത്തിൽ വന്ന് ഒരെണ്ണം കൂടിയതിന് ശേഷം ബാക്കിയുള്ള 5 പ്രാർത്ഥന 2 പ്രാർത്ഥനയാണ് ഷാലോം ടി വിയിലും ഗുഡ്നസ് ടി വിയിലും കൂടേണ്ടത്. ബാക്കി 3 പ്രാർത്ഥനയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടേണ്ടത്. 6 കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. 6 ധ്യാനമാണ് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൂടുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ഇപ്പോൾ ഉടമ്പടി എത്ര ദിവസമാണ്? 90 ദിവസം. 90 ദിവസം ആകുമ്പോൾ ഉടമ്പടി പുതുക്കിയേക്കണം. അപ്പോൾ ഉടമ്പടി ആയി കഴിഞ്ഞു. പിന്നെ ആരാണ് ഉടമ്പടി നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? സമയമുള്ളവർ, നാട്ടിലുള്ളവർ, അതിനുള്ള സാമ്പത്തിക സൗകര്യമുള്ളവരൊക്കെയാണ് പിന്നീട് അത് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ഉടമ്പടി ഒരു കൊല്ലത്തെ പ്രാർത്ഥന അല്ലല്ലോ അത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടനൊരു പരിഹാരമല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ വിഷയത്തിന് വേണ്ടി അമ്മ മാതാവിനെ തിരിച്ച് ഉടമ്പടി ചെയ്താൽ 90 ദിവസമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇത് അല്ലേ. അപ്പോൾ വാഗ്ദാന പേടകം 90 ദിവസമാണ്. എലിസബത്തിൻ്റെ വീട്ടിൽ അമ്മ ഇരുന്നതും ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ പഴയ വാഗ്ദാന പേടകം ഇരുന്നതും 90 ദിവസമാണ്. അപ്പോൾ 90 ദിവസമേ ഉള്ളൂ ഉടമ്പടി. പിന്നെ ചില ആൾക്കാർ പുതുക്കണത്, ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ച് മെസ്സേജ് എടുക്കണമെങ്കിൽ ഒരു പക്ഷേ നല്ല കുറേ നാൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഇപ്പോൾ ചില മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു 3 പ്രാവശ്യം പുതുക്കി 4 പ്രാവശ്യം പുതുക്കി ആൾക്കാർ തന്നെ ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് മെസ്സേജ് വരത്തുള്ളൂ. മെസ്സേജ് കൗൺസിൽ വേറെയാണ്, അതിന് സമയമെടുക്കും. ഒരാളിന് അരമണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അതിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സമയം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഇപ്പോഴുണ്ടാകുന്ന ഒരു ക്രൈസിസിന് 90 ദിവസം മാത്രം മതി. പിന്നെ ഒരു കാലത്ത് അച്ഛനുമായിട്ട് കൗൺസിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, അതിന് 1.5 ലക്ഷം 2 ലക്ഷം ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉടമ്പടി സീനിയർ നോക്കിയാണ് നമ്മൾ അച്ഛൻ മെസ്സേജിന് വിളിക്കുന്നത്. സീനിയറായിട്ട് ഇപ്പോൾ 4 പുതുക്കിയവരുണ്ട്, നീല ഉടമ്പടിക്കാരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നീല ഉടമ്പടി വാങ്ങി. പക്ഷേ ഇപ്പോൾ നീല ഉടമ്പടി കൊടുക്കണില്ല. എന്താ ഘടകം? സാക്ഷ്യം പറയാതെ കൊടുക്കുക. ഇപ്പോൾ നീല ഉടമ്പടി തന്നെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങളെ കിട്ടിയാണെന്ന് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കും നിങ്ങളോട്, എന്താണ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും. കാര്യം ഉടമ്പടി 2ാം പ്രാവശ്യം പുതുക്കും. 1ാം പ്രാവശ്യം പുതുക്കേണ്ട കുഴപ്പമില്ല. 2ാം പ്രാവശ്യം പുതുക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം ഇതുപോലെ എഴുതി കൊടുക്കണം. അവിടെ 7ാം നമ്പർ കൗണ്ടറിൽ സാക്ഷ്യം എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ചീട്ട് തരും. അപ്പോൾ മാത്രമേ അത് പുതുക്കി തരത്തുള്ളൂ. ആ സാക്ഷ്യം ചിലപ്പോൾ പറയിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ 40 സാക്ഷ്യം മാറ്റിയിട്ടുണ്ട്. നല്ല സാക്ഷ്യങ്ങളാണ്, നമുക്ക് സമയമില്ലാത്ത കൊണ്ട് മാറ്റിയതാണ്. നല്ല സാക്ഷ്യമാണ്, പക്ഷേ നമുക്ക് സമയമില്ല. ഇവിടെ 1 മണിയാകുമ്പോൾ എല്ലാം തീരും. പിന്നെ 1:30 മണിക്ക് ആരാധന തുടങ്ങും, 2:30 മണിക്ക് ആരാധന ക്ലോസ് ചെയ്യും. അപ്പോൾ ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം എഴുതി തരുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഇത് കഴിഞ്ഞു. പക്ഷേ നീല ഉടമ്പടി കിട്ടണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞു തന്നെ ഇരിക്കണം. സാക്ഷ്യം പറയാത്തവർക്ക് നീല ഉടമ്പടി, അതാണ് ലാസ്റ്റ് മച്ചർ ഉടമ്പടി എന്ന് പറയണത്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് മെസ്സേജ് എടുക്കാൻ പറ്റും. ആൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥന നിൽക്കുന്ന കാരണം നമുക്ക് സമയം എടുക്കത്തില്ല അധികം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെസ്സേജിലിട്ട് പോകാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉടമ്പടി സമയമുണ്ടെങ്കിൽ പുതുക്കി 2 പുതുക്കി 3 പുതുക്കി പോകുന്നത് നല്ലതാണ്. ഇല്ല നിങ്ങൾ ഉടമ്പടി അച്ഛനെ കാണുന്ന അതുവേണ്ടി ആരും എടുക്കരുത്. ഉടമ്പടി എന്താണ്? നിങ്ങളും അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. അത് സാക്ഷ്യം പറയണത് ഒന്നും അച്ഛനെ കണ്ട ആൾക്കാരല്ല സാക്ഷ്യം പറയണം. വളരെ അപൂർവം പേരാണ് ഉള്ളത്. അത് അച്ഛനെ കാണുന്നതും ഉടമ്പടിയും തമ്മിൽ ബന്ധമില്ല. ഉടമ്പടി ഭാവിയിൽ കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കി പോകാൻ 2 പുതുക്കി 3 പുതുക്കി അങ്ങനെ പോകാം. അത് നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി.
ശുശ്രൂഷ മാസത്തിൻ്റെ എല്ലാ തിങ്കളാഴ്ചയും ഉണ്ട് ഇനി മുതലേ. 5 തിങ്കളാഴ്ച ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് 5 ചൊവ്വാഴ്ച ഉണ്ടാവും. അപ്പോൾ ഇനി എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ശുശ്രൂഷ ഇതുപോലെ ഉടമ്പടി ആരാധന, ധ്യാനം, ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത കൊല്ലത്തെ നമ്മുടെ ജപമാല റാലി ഒക്ടോബർ 24-ാം തീയതിയാണ്. ഇപ്പോൾ തന്നെ അത് ഇന്ന് മുതൽ വ്രതമെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒക്ടോബർ 24-ാം തീയതി കലണ്ടർ കിട്ടുമ്പോൾ കൊണ്ടേ കുറിച്ചിടണം. അത് സ്ഥലപരിമിതി ഉണ്ട്. സ്ഥലം പുറത്ത് ഈ വലിയ ധ്യാനത്തിന് ഇപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വന്നില്ലേ, അപ്പോൾ വലിയ ധ്യാനത്തിന് സ്ഥലം നമുക്ക് വാങ്ങിക്കേണ്ടി വരും. കാലാന്തരത്തിൽ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ആർക്കെങ്കിലും വാങ്ങിച്ച് 1 സെൻറ്റ് 1/2 സെൻറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലമൊക്കെ വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിത കിട്ടിക്കഴിഞ്ഞുകൊണ്ട് ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവേളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, പരിചയമുട്ടുകൾ, ചവിട്ടുനാടകം, ഇതെല്ലാം സഭയുടെ സാംസ്കാരിക കലകളാണ്. ഇതിൻ്റെ കലകളെല്ലാം ഈ ഷോ, ഇതിന് വലിയൊരു മ്യൂസിയമാണ് നമുക്കിവിടെ ഉള്ളത്. അത് ഇന്ത്യയിലുള്ള ഏക ലൈവ് മ്യൂസിയമാണ്. ഈ കൺസെപ്റ്റ് തന്നെ പുതിയതാണ്. ഈ ലൈവ് മ്യൂസിയത്തിൽ എല്ലാ ദിവസവും ഷോ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും വരുന്നപ്പോൾ 12 മണിക്കാണ് ഷോ ഉണ്ടാകുന്നത്. 12 മണിക്കും 3 മണിക്കും നിങ്ങൾക്ക് അവിടെയും അതിനുള്ള 8-ാം നമ്പർ മറ്റേ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ അതിൻ്റെ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇപ്പോൾ നേർച്ച ബസ് ഉയർത്തിപ്പിടിക്കുക. തൈക്കാട്ടുശ്ശേരിയിൽ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. മാരകമായ ചില രോഗികൾ വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്നല്ലാതെ തൈക്കാട്ടുശ്ശേരിയിലിട്ട് വണ്ടി നിറച്ച ആൾക്കാരെ വണ്ടി പിടിച്ച് അവിടെ വന്നിട്ടൊരു കാര്യമില്ല. 1 സെക്കൻഡ് പോലും കിട്ടും. നിങ്ങളുടെ ദിവസവും പോകും, കാശും പോകും. തന്നെയല്ല, ഞായറാഴ്ചയൊക്കെ വരണത് നിങ്ങളുടെ ഇടവകപ്പള്ളിയിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇടവകപ്പള്ളി വെട്ടിച്ചിട്ട് വേറെ കാര്യം കാണാൻ വേണ്ടി വേറെ നാട്ടിലേക്ക് പോകുന്നതൊക്കെ ഒരു കത്തോലിക്കൽ പറ്റാത്ത ഒരു പരിപാടിയാണ് അതൊക്കെ. അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണ്ട കാര്യം ചെയ്യാൻ. ആരെയും തൈക്കാട്ടുശ്ശേരി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാശുരൂപ, ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടവർക്ക് ആ ഉടമ്പടി കാശുരൂപത്തിൻ്റെ രേഖകൾ കൊണ്ടുവന്നാൽ, അതായത് ഒടിഞ്ഞ കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ, ഉടമ്പടി പുതുക്കിയവരാണെങ്കിൽ, അത് ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് അമ്മാത പ്രത്യക്ഷപ്പെട്ട ഡിസംബർ മാസം മുഴുവനും അച്ഛനുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. ഇതും കേട്ടുകൊണ്ട് ഞാൻ അമേരിക്കയിൽ പോകണമെന്നും പറഞ്ഞ് എനിക്ക് ആശുപത്രി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തരി ചാടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തൈക്കാട്ടുശ്ശേരി. പോഴങ്കളിയൊന്നും കളിക്കരുത്. ഇവിടെ എന്ത് പറയുന്നു അതുപോലെ ചെയ്യത്തുള്ളൂ. കൊടുക്കും. ഉടമ്പടി കാശും കുറേ പേർക്ക് അറിയാണ്ട് നഷ്ടപ്പെട്ടിട്ട് വേദനിച്ച് നടക്കുന്നുണ്ട്. അവരെ സഹായിക്കാനാണ്. അല്ലാതെ മകൾക്ക് കൊടുത്ത് വിട്ടിട്ട് കൈമീശ വന്നാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എഴുതി ഒപ്പ് വെച്ചിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഉടമ്പടി കാശ് ഒന്നേ പാടുള്ളത്. അതിന് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ദൈവനാമത്തിൽ എൻ്റെ നാഥം നഷ്ടപ്പെട്ടതാണെന്ന് എഴുതി തന്നെ വെള്ള പേപ്പർ എഴുതി തമ്പിംപ്രഷൻ ചെയ്ത് തരണം. അല്ലെങ്കിൽ നിങ്ങൾ മരുമകൾക്കും അയൽവാസിക്കും ഇപ്പോൾ കാശുരം കൊടുത്തും എൻ്റെ കാശുരം പോയെന്നും പറഞ്ഞു വന്നതൊന്നും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാം കറക്റ്റ് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. പിന്നെ ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ നോക്കും. ഉടമ്പടി നിൽക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ, ഉടമ്പടി മുടങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാശിന് കൈപ്പറ്റാവുന്നതാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം ചെല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. Purify us, soak with the precious. I cast this Son to cast from you. My God the Father Almighty, who made heaven and earth such and they contain. Let the devil's power, devil's regions, Satan, Satan, and make creation be dispelled unto no pass. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാ